ഹായ് ഹലോ എല്ലാവർക്കും സൈറ ലേണിംഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ മുതൽ നമ്മൾ ചെയ്യുന്നത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ച പല ചോദ്യങ്ങളും ഇതിനിടയ്ക്ക് ഉണ്ടോ. സോ അപ്പോൾ അത്തരം ചില ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. സോ ഈ ആഴ്ച മുതലുള്ള നമ്മുടെ ടെസ്റ്റ് പേപ്പറുകളിലെല്ലാം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യത്തെ ഈ ആഴ്ചയിലെ വീക്കിലി ടെസ്റ്റ് പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറച്ച് പേർക്കൊക്കെ അത് കണ്ട് പരിചയം ഉണ്ടാവും. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത ആളുകൾക്ക് അത് കണ്ട് പരിചയം ഉണ്ടാവും. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ റെഡി ആണോ? നമുക്ക് അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഡയറക്റ്റ് കിടക്കാം അല്ലെ. സോ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു അല്ലെ? ഇവിടെ കുറച്ച് പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട് അല്ലെ. ABCDEF എന്ന് പറയുന്ന സിറ്റികളിൽ അല്ലെ ഒരു എക്സാം എഴുതിയ ആളുകളുടെ പെർസെന്റേജ് തന്നിട്ടുണ്ട്. അതിനകത്ത് ബോയ്സ് എത്ര പേര് അപ്പിയർ ചെയ്തു എന്നുള്ളതിന്റെ പെർസെന്റേജ് തന്നിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മൊത്തം 70,000 കാൻഡിഡേറ്റ്സ് എക്സാം എഴുതിയിട്ടുണ്ട്. അതിന്റെ പെർസെന്റേജ് ആണ് 17%, 13.5%, 15% എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ആൻഡ് അതിനകത്ത് 24,000 ബോയ്സ് ആയിരുന്നു. 78,000-ൽ 24,000 ബോയ്സ് ആയിരുന്നു. സോ ആ ബോയ്സിന്റെ എത്ര പെർസെന്റേജ് ആണ് ഈ സിറ്റിയിൽ ഈ 24,000-ന്റെ 23% എഴുതി. അല്ലാതെ എന്തെല്ലാം 17%-ന്റെ 23% അല്ല. സിറ്റി എയിൽ 78,000-ന്റെ 17% എഴുതി അതിന്റെ 23% അല്ല ബോയ്സിന്റെ എണ്ണം തന്നിരിക്കുന്നത്. പകരം തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കണം. നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അങ്ങനെയായിരുന്നു അല്ലെ. പക്ഷെ ഇപ്രാവശ്യത്തെ ഈ ഒരു സ്ഥാനത്തിൽ ഇങ്ങനെയാണ് ശ്രദ്ധിക്കുക. 24,000 പേര് മൊത്തത്തിൽ ബോയ്സ് എക്സാം എഴുതിയിരുന്നു. അതിന്റെ 23% സിറ്റി എ എന്നായിരുന്നു. സിറ്റി ബിയിൽ 20% എഴുതി. അതാണ് കണക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഓരോ ചോദ്യങ്ങളും അതിനനുസരിച്ച് ചെയ്തു പോവാം അല്ലെ. ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് who appeared from city A എന്നായിരുന്നു അല്ലെ. സിറ്റി എയില് എത്ര ഗേൾസ് ആണ് എക്സാം എഴുതി എന്നുള്ളതായിരുന്നു. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? സിറ്റി എയില് മൊത്തത്തിൽ 78,000 ആളുകളിലെ 17% എക്സാം എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ 78,000-ന് എത്ര പെർസെന്റേജ് കണ്ടുപിടിക്കണം? 17% കണ്ടുപിടിക്കണം. അതില് ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 24,000-ന്റെ 23% ആണ്. അപ്പോ സിറ്റി എയിലെ ടോട്ടൽ എക്സാം എഴുതിയ ആളുകളുടെ എണ്ണത്തിൽ നിന്ന് അവിടെയുള്ള ബോയ്സിന്റെ എണ്ണം, ബോയ്സ് എക്സാം എഴുതിയ എത്ര പേരാണെന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗേൾസിന്റെ എണ്ണം കിട്ടില്ലേ? അപ്പൊ എങ്ങനെ ചെയ്യാം? സിറ്റി എയില് ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഹു അപ്പിയർഡ് ഫ്രം സിറ്റി എ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? ആദ്യം മൊത്തത്തിൽ എത്ര പേര് എക്സാം എഴുതിയെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? 78,000-ന് 17% കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ 78,000-ന്റെ 17% നമുക്ക് എന്താണ് കുറയ്ക്കേണ്ടത്? 23% ഓഫ് എന്താ കണ്ടുപിടിക്കേണ്ടത്? 24,000 കുറയ്ക്കണം അല്ലെ. 24,000-ന്റെ എത്ര പെർസെന്റേജ് കുറയ്ക്കണം? 23% കുറയ്ക്കണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് 78,000-ന്റെ 17% കണ്ടുപിടിക്കാം. നമുക്ക് എന്ത് ചെയ്യാം? അതിൽ 20% കണ്ടുപിടിച്ച് ഒരു 3% കുറച്ചാൽ നമുക്ക് 17% കിട്ടില്ലേ അല്ലെ. എത്രയായിരിക്കും? 78,000-ന്റെ 10% 7,800 ആയിരിക്കും അല്ലെ. ആ 7,800 ആണ് 10% എങ്കിൽ 20% എത്രയായിരിക്കും? 7,800-ന്റെ ഇരട്ടി അല്ലെ. 7,500-ന്റെ ഇരട്ടി 15,000 ആണ്. അപ്പൊ 7,800-ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 7,500-നേക്കാൾ ഒരു 300 അല്ലേ ഉള്ളൂ കൂടുതൽ. 7,800 ആകുമ്പോഴേക്കും ഒരു 600 കൂടെ കൂടും അല്ലെ, ഇരട്ടി എന്ന് പറയുമ്പോൾ. അപ്പൊ എത്ര വരിക? 7,800-ന്റെ ഇരട്ടി 15,600 ആയിരിക്കും 20% ആണല്ലോ. മൈനസ് 3%. എത്രയാണ് 1%? 1% 2 പൂജ്യം കളഞ്ഞാൽ 780 ആണ് 1% അല്ലെ. 780 into 3 അല്ലെങ്കിൽ 750-ന്റെ 3 മടങ്ങ് അല്ലെ. അപ്പൊ 700-ന്റെ 3 മടങ്ങ് എത്രയാണ്? 2,100 അല്ലെ. 80-ന്റെ 3 മടങ്ങ് 240 ആണ്. അപ്പൊ എങ്ങനെ വരിക? 780-ന്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 2,100-ഉം 240-ഉം കൂടെ ചേരുമ്പോൾ 2,340 എന്ന് വരും അല്ലെ. അപ്പൊ 3% എത്രയാ? 2,340 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 15,600-ന്ന് 2,340 കുറയ്ക്കുമ്പോഴാണ് 78,000-ന്റെ 17% കിട്ടും അല്ലെ. എത്രയാ? 15,600-ന്ന് 2,000 പോയാൽ എത്രയാ? 13,600. ഒരു 300 കൂടെ പോയാൽ 13,300. ഒരു 40 കൂടെ പോയാലോ എത്ര വരിക? 13,260 എന്ന് വരും അല്ലെ. 15,600-ന്ന് ആദ്യം 2,000 നമ്മൾ കുറച്ചു. അപ്പൊ 13,600. 300 കുറച്ചു 13,300. 40 കുറച്ചു 13,260 അല്ലെ. മൈനസ് 24,000-ന്റെ 23%. എങ്ങനെ 23% കണ്ടുപിടിക്കാം? 20% പ്ലസ് 3% ചെയ്താൽ മതി അല്ലെ. എത്രയാ 24,000-ന്റെ 20%? 24,000-ന്റെ 10% എന്ന് പറഞ്ഞാൽ 2,400 ആണ്. അപ്പൊ 20% എന്ന് പറഞ്ഞാൽ 4,800 ആണ് അല്ലെ. പ്ലസ് 3%ഓ 240 ആണ് 1%. അപ്പൊ 2% 480, 3% വരുമ്പോൾ 240-ന്റെ 3 മടങ്ങ് അല്ലെ. 200-ന്റെ 3 മടങ്ങ് 600-ഉം 40-ന്റെ 3 മടങ്ങ് 120 ആവുമ്പോൾ 240-ന്റെ 3 മടങ്ങ് എത്രയായിരിക്കും? 720 ആയിരിക്കും അല്ലെ. 720-ഉം 4,800-ഉം 720-ഉം തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടാം? 4,800-ഉം
700 5500 5520 അല്ലെ? ഇപ്പൊ നമ്മൾ എന്ത് കുറയ്ക്കണം? 13,260 5,520 കുറച്ചാൽ നമുക്ക് ആൻസർ ആയി അല്ലേ? സോ എത്രയായിരിക്കും വരിക? അതായത് നമ്പർ ഓഫ് ബോയ്സ് 5,520 പേരാണ് അവിടെ എക്സാം എഴുതിയിരിക്കുന്നത്. മൊത്തം 3,260 പേര് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ അതില് ഗേൾസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറയ്ക്കാം അല്ലെ? സോ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് നമ്പർ ഓഫ് ബോയ്സിനെ കുറച്ചാ പോരെ? സോ 0 4 7 അല്ലെ? എത്ര കിട്ടാ? ഇവിടെ 2 എന്ന് പറയുമ്പോൾ 7 7,740. സോ ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? Moving to the next question. Second question എന്താണ്? What is the difference between the number of boys and the number of girls who appeared in the exam from city E? അല്ലെ? സിറ്റി ഇയില് എത്ര നമ്പർ ഓഫ് ബോയ്സ് എത്ര നമ്പർ ഓഫ് ഗേൾസ് അപ്പിയർ ചെയ്തു എന്നിട്ട് അതിന് നമ്മൾ കുറയ്ക്കണം അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സിറ്റി ഇയില് എത്ര പേരാണ് അപ്പിയർ ചെയ്തതെന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ അല്ലെ? സിറ്റിയിൽ എത്ര ടോട്ടൽ ആൾക്കാരായിരിക്കും അപ്പിയർ ചെയ്തിട്ടുണ്ടാവുക? 78,000ന്റെ 8.5%. സോ അതിന് നമുക്കൊരു എളുപ്പവഴിയുണ്ട്. കാരണം നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചുള്ളൂ 17% നമ്മൾ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ? എത്രയായിരുന്നു 17%? 78,000 17% എത്രയായിരുന്നു? 13,260 ആയിരുന്നു അല്ലെ? നമ്മള് സിറ്റിയുടെ കേസിൽ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? അപ്പൊ നമ്മൾ കിട്ടുന്നതൊന്ന് അവിടെ നിന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. 13,260 പേരാണ് സിറ്റി എയിൽ എന്ത് ചെയ്തത്? എക്സാം എഴുതിയത് അല്ലെ? സോ അതിന്റെ 8.5% എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 13,260ന്റെ 13,260 17% ആണ്. സോ അത് അങ്ങനെയാണെങ്കിൽ 8.5% 17ന്റെ പകുതിയല്ലേ 8.5%? 13,260ന്റെ പകുതി എത്രയായിരിക്കും? 13,260ന്റെ പകുതി 10,000ന്റെ പകുതി 5,000 3,000ന്റെ പകുതി 1,500. സോ 6,500. പിന്നെ എന്താണ്? 260ന്റെ പകുതി 130 കൂടെ എത്ര വരാം? 13,260ന്റെ പകുതി. ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടാൽ മതി, അല്ലെങ്കിൽ 13,000ന്റെ പകുതി 6,500 260ന്റെ പകുതിയായിട്ടുള്ള 130 കൂടെ കൂട്ടാം. 6,500 130 കൂട്ടി എത്ര കിട്ടാം? 6,630 എന്ന് കിട്ടും. സോ 6,630 ആയിരിക്കും എവിടെ? 8.5% എന്ന് പറയുന്നത്. കാരണം 17% നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ നോക്കൂ, ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പലതും കിട്ടുക. നമുക്ക് ചിലത് കണ്ടുപിടിച്ചാൽ മറ്റേത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ലെവലിൽ, ഇല്ലെങ്കിൽ 8.5% നമ്മൾ വീണ്ടും ആലോചിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. 10% കണ്ടുപിടിച്ച് അതിന് 1.5% കുറയ്ക്കൊക്കെ വേണ്ടി വരും. അതിലൊന്നും നിൽക്കില്ല. ജസ്റ്റ് 17% നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് നേരെ പകുതി ആയിരിക്കും 8.5% വയ്ക്കുമ്പോൾ. സോ 6,630. സോ 6,630 ആണ് സിറ്റിയിൽ കാൻഡിഡേറ്റ്സ് ഹു അപ്പിയർഡ് ഇൻ ദ എക്സാം. ഇനി ബോയ്സ് ഹു അപ്പിയർഡ് ഇൻ ദ എക്സാം എത്രയായിരിക്കും? 21%. അത് വേണമെങ്കിൽ നമുക്ക് നേരത്തെ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. 23% നമുക്ക് എത്രയായിരുന്നു കിട്ടിയേ? 5,520 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ? സോ 23% 5,520 ആണെങ്കിൽ 21% പറയുമ്പോൾ 2%ലെ കുറവ്. സോ എത്രയാണ്? 24,000ന്റെ 2% പറയുമ്പോൾ 1% 240 ആണ്. 2% വരുമ്പോൾ 480 കുറവുണ്ടാവും അല്ലെ? 5,520 480 കുറച്ചാൽ മതി അല്ലെ? 5,520 400 കുറച്ചാൽ 5,120 ഒരു 80 കൂടെ കുറച്ച് എത്ര വരിക? 80 കൂടെ കുറച്ചാൽ 5,120 80 കൂടെ കുറച്ച് എത്ര വരും? 5,120 80 കുറച്ച് എത്ര വരാം? 5,040 എന്ന് വരും അല്ലെ? സോ 5,040. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? 20% കണ്ടുപിടിച്ച് 1% കൂട്ടിയാലും മതി. 4,800നൊപ്പം 240 കൂട്ടിയാലും നമുക്ക് എന്ത് കിട്ടും? 5,040 എന്ന് കിട്ടും. സോ 6,630 പേരിൽ 5,040 പേരും ആരാണ്? അവിടെ ബോയ്സ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗേൾസ് എത്ര പേരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? 6,630 നമ്മൾ എന്ത് കുറയ്ക്കണം? 5,040 കുറയ്ക്കണം അല്ലെ? 6,630 5,040 കുറിച്ച് നോക്കാം. 0 9 4 13 അല്ലെ? ഇവിടെ നിന്ന് നമ്മൾ കണ്ടെടുത്തിട്ടാണ് പോയത്. സോ 5 5 0 പോയ 5 6 5 പോയ 1 അല്ലെ? സോ 1,590 ഗേൾസ് ആയിരിക്കും അവിടെ എക്സാം എഴുതിണ്ടാവുക. 5,040 ബോയ്സ്. സോ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 5,040 നമ്മൾ എന്ത് കുറയ്ക്കണം? 1,590 കുറയ്ക്കണം അല്ലെ? അപ്പൊ നമുക്ക് കുറച്ച് നോക്കാം. എത്ര വരിക? 0 ഇവിടെ കട എടുക്കണം അല്ലെ? നമ്മൾ ഇവിടെ 4 ആയി, ഇവിടെ 9 ആയി, ഇവിടെ 14 ആയി. 14 9 പോയ എത്ര വരും? 5 അല്ലെ? പിന്നെ 9 5 പോയ 4 4 1 പോയ 3. സോ എത്രയായിരിക്കും ആൻസർ? 3,450 ആയിരിക്കും സിറ്റി ഇയിലെ ആരൊക്കെ തമ്മിലുള്ള ഡിഫറൻസ്? ബോയ്സും ഗേൾസും തമ്മിലുള്ള ഡിഫറൻസ് 3,450 ഗേൾസ്. സോറി 3,450 ആയിരിക്കും അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. മൂവിങ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, PYQ ആണ് കേട്ടോ. ചോദ്യം എന്താ? നമ്പർ ഓഫ് ഗേൾസ് ഹു അപ്പിയർഡ് ഫ്രം സിറ്റി സി ഇസ് അപ്രോക്സിമേറ്റ്ലി ഡേഷ് പെർസെന്റേജ് ഓഫ് ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു അപ്പിയർഡ് ഫ്രം സിറ്റി ഡി അല്ലെ? സോ സിറ്റി സിയിലെ നമ്പർ ഓഫ് ഗേൾസിനെ കണ്ടുപിടിക്കണം ആൻഡ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു അപ്പിയർഡ് ഫ്രം സിറ്റി ഡിയും കണ്ടുപിടിക്കണം അല്ലെ? ഇത് രണ്ടും കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ
എത്രയാണ് അപ്രോക്സിമേറ്റ്ലി എത്ര പെർസെന്റേജ് ആണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. യെസ്, അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ ആദ്യം നമ്പർ ഓഫ് ഗേൾസ് ഹു അപ്പിയർഡ് ഫ്രം സിറ്റി സി കണ്ടുപിടിക്കാം അല്ലെ. 15% ആണ്, 78,000 15% ആണ് ടോട്ടൽ കാൻഡിഡേറ്റ്സ്. സോ 78,000 15% എന്ന് പറയുമ്പോൾ 7,800 10%. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 3,900 അല്ലെ. അപ്പൊ 7,800 3,900 കൂട്ടി എത്ര കിട്ടാം? 7,800 4,000 കൂട്ടിയാൽ 11,800 കിട്ടുന്നത്. അപ്പൊ 3,900 എന്ന് പറയുമ്പോൾ എത്ര വരിക? 11,700 ആയിരിക്കും വരിക. ഇനി 17% കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 17% എന്തിനെ കണ്ടുപിടിക്കേണ്ടത്? 24,000 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 24,000 20% നിന്ന് 3% കുറച്ചാൽ മതി അല്ലെ. 20% എത്രയായിരിക്കും? 2,400 10%. 20% പറയുമ്പോൾ 4,800 ആയിരിക്കും അല്ലെ. 4,800 3% എന്ന് പറയുമ്പോൾ എത്ര വരിക? 720 നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലെ. 4,800 720 കുറയ്ക്കാം 0 8 2 10 അല്ലെ. എത്ര വരിക? 4,000 അല്ലെ 4,080 എന്നുള്ള കണക്കായിരിക്കും വരിക അല്ലെ. അപ്പൊ 4,080 ആണ്. യെസ്, 4,080 പേരാണ് എവിടെ? സിറ്റി സിയിലെ ബോയ്സിന്റെ എണ്ണം. പക്ഷെ നമുക്ക് ആരുടെ വേണ്ട? നമ്പർ ഓഫ് ഗേൾസ് ഹു അപ്പിയർഡ് ഫ്രം സിറ്റി സി എന്നാ വേണ്ടത്. സോ എന്ത് ചെയ്യണം? 11,700 4,080 കുറയ്ക്കണം അല്ലെ. സോ 11,700 4,000 കുറച്ചാ എത്ര വരിക? 7,700 വരും അല്ലെ. 7,700 ഒരു 80 കൂടെ കുറച്ചാൽ 7,620 ആയിരിക്കും വരിക അല്ലെ. 0 8 2 10 ഇവിടെ 6 അല്ലെ. 14 പോയ 7 അല്ലെ. 7,620 ആയിരിക്കും അവിടുത്തെ നമ്പർ ഓഫ് ഗേൾസ് ഹു അപ്പിയർഡ് ഫ്രം സിറ്റി സി അല്ലെ. 7,620 അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു അപ്പിയർഡ് ഫ്രം സിറ്റി ഡി. സിറ്റി ഡിയിൽ എത്ര കാൻഡിഡേറ്റ്സ് ആണ് അപ്പിയർ ചെയ്തത്? ടോട്ടൽ 20% ആണ്. 78,000 20%. 78,000 20% നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. 7,800 ആണ് 10%. സോ 15,600 ആയിരിക്കും അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അല്ലെ. 7,800 ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയാണ്? 15,600. സോ ആ 15,600 എത്ര അപ്രോക്സിമേറ്റ്ലി എത്ര പെർസെന്റേജ് ആണ് എന്ത് നമ്മുടെ ഇത് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. സോ 7,620 15,600 into 100 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ന് വെച്ചാൽ 15,600 എത്ര പെർസെന്റേജ് ആണ് 7,620 എന്നുള്ളതാണ് ചോദ്യം അല്ലെ. എത്രയായിരിക്കും അപ്രോക്സിമേറ്റ്ലി? 15,600 പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ? നമുക്കറിയാം 7,800 അല്ലെ. അപ്പൊ അതിനേക്കാൾ ചെറുതാണ് എന്ന് വെച്ചാൽ 50%നേക്കാൾ ചെറുതാണ് 7,620. കാരണം നമ്മളിപ്പോ 15,600 പകുതി എന്ന് പറഞ്ഞാൽ 7,800 ആണ് നമുക്കറിയായിരുന്നു. കാരണം 7,800 10% ഉണ്ട്. ഇരട്ടിയാണ് 15,600 എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കലി 15,600 പകുതി എത്രയാ? 7,800 ആണ്. അതിനേക്കാൾ ചെറുതാണ് 7,620. അപ്പൊ എന്തായാലും 50%-ന് എബോവ് ആയിരിക്കില്ല. സോ 54% ആയിരിക്കില്ല, 57% ആയിരിക്കില്ല. 55% ആവാൻ വഴിയുണ്ടോ? 7,800 ഏകദേശം അതിന്റെ 5% കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എത്ര വരിക? ഒരു 390 കുറയ്ക്കേണ്ടി വരും അല്ലെ. 7,800 390 കുറച്ചാലാണോ നമുക്കൊരു 7,620 ഒക്കെ കിട്ടാം? നോക്കി നോക്കാം അല്ലെ. 7,800 7,800 ആണ് 10%. സോ അതിന്റെ അതായത് 15,600 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഒരു മിനിറ്റ്, അതിൽ ചെറിയ മിസ്റ്റേക്ക് ആണ്. 15,600 15% 50 അല്ലെ 50% എന്ന് പറയുമ്പോൾ എത്രയാണ്? 7,800 ആണ്. സോ അതിന്റെ 15,600 5% പറഞ്ഞാൽ എത്രയായിരിക്കും? 10% എന്ന് പറഞ്ഞാൽ 1,560 ആണ്. 5% പറഞ്ഞാൽ അതിന്റെ പകുതിയാണ്. 1,560 പകുതി എത്രയായിരിക്കും? 1,500 പകുതി 750 780 ആയിരിക്കും അല്ലെ. സോ ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര വരിക? 7,000 സംതിങ് 7,020 ഒക്കെയാണ് നമുക്ക് വരിക അല്ലെ. സോ 7,620 അല്ല ഇവിടെ വേണ്ടത്. അപ്പൊ എന്തായാലും 45% ആയിരിക്കില്ല. അപ്രോക്സിമേറ്റ്ലി ഇവിടെ എത്ര പെർസെന്റേജ് ആയിരിക്കും? 49% ആയിരിക്കും. ശരിക്കും 45% കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം 7,800 ഏകദേശം അടുത്താണ് 7,620. അപ്പൊ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഊഹിക്കാം എത്രയായിരിക്കും? 49% ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ വേണ്ടി പറ്റും അല്ലെ. സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? നമ്പർ ഓഫ് ബോയ്സ് ഹു അപ്പിയർഡ് ഫ്രം സിറ്റി എ ഈസ് ഡേഷ് പെർസെന്റേജ് മോർ ദാൻ ഫ്രം സിറ്റി ബി. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്പർ ഓഫ് ബോയ്സ് ഹു അപ്പിയർഡ് ഫ്രം സിറ്റി എ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഏത് ചോദ്യത്തിലാ? 5,520 എന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അത് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. 5,520 ആണ് സിറ്റി എയിലെ നമ്പർ ഓഫ് ബോയ്സ്. അങ്ങനെ സിറ്റി ബിയിലെ നമ്പർ ഓഫ് ബോയ്സ് നമ്മൾ കണ്ടുപിടിക്കണം. 20%. 24,000-ന്റെ 20% എത്രയായിരിക്കും? 4,800. അപ്പൊ എത്ര പെർസെന്റേജ് കൂടുതലാണ് എന്നുള്ളതാണ് ചോദ്യം. എത്രയാണ് കൂടുതൽ അല്ലെ. അറിയാം എന്താ ചെയ്യേണ്ടത്? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കാണാം അല്ലെ. 5,520 4,800 കുറയ്ക്കാം. സോ 5,520 4,800 നമ്മൾ കുറയ്ക്കാൻ പോവാണേ. 5,520 മൈനസ് 4,800 കുറയ്ക്കുന്നു. യെസ് 0 2 അല്ലെ.
7 15 അല്ലെ 720 വരിക. സോ ആ 720 എന്ന് പറഞ്ഞ എന്തിന്റെ 4800, കാരണം ഇവിടെ നമ്മൾ എന്തിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറഞ്ഞത് സിറ്റി ബിയിലെ ആൾക്കാരുടെ എണ്ണം വെച്ചിട്ടാണ്. 4800 എത്ര പെർസെന്റേജ് ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 4800 10% 480 ആണ്. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കലി അതിനേക്കാൾ വലുതാണ് 720 മനസ്സിലായത് കൊണ്ട് തന്നെ 8 ആയിരിക്കില്ല. ഇനി നമുക്ക് 12 വരാൻ വലിയ സാധ്യതയില്ല അല്ലെ, കാരണം 4800 10% തന്നെ 480 ആവുമ്പോ 10% 480 ഉള്ളൂ. 720 എന്ന് പറയുമ്പോൾ അതിനേക്കാളൊക്കെ കുറച്ച് വലിയ സംഖ്യയല്ലേ. അപ്പൊ പിന്നെ നമുക്കുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 480ഉം 240ഉം കൂടി ഒന്ന് കൂട്ടി നോക്കാം അല്ലെ. 15% ആണോ നോക്കി നോക്കാം. 480 240 കൂടെ കൂട്ടി കഴിഞ്ഞാൽ എത്ര വരിക? ചെയ്യാം അല്ലെ. 8 പോയ 8 4 12, ബാക്കി ഒന്ന് 4 2 6 720. സോ 10% 480, 5% 240 ആണെങ്കിൽ എത്രയായിരിക്കും വരിക? ഇവിടെ 15% ആയിരിക്കും ഇവിടുത്തെ ആൻസർ. The number of boys who appeared from city A is 15% more than that from city B എന്നാണ് വരിക അല്ലെ. Moving. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Number of girls who appeared from city F is approximately 8% of the number of girls who appeared from all the 6 cities together. Okay. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എല്ലാ സിറ്റിയിലെയും ഗേൾസിന്റെ ടോട്ടൽ എണ്ണം കണ്ടുപിടിക്കണം അല്ലെ. സോ അത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും എളുപ്പവഴിയുണ്ടോ? ഉണ്ട്. മൊത്തം ഇത് നിങ്ങൾ ഓരോന്നും കണ്ടുപിടിക്കണ്ട. 78,000 ആളുകൾ മൊത്തത്തിൽ എക്സാം എഴുതി. 24,000 പേരാണ് അതിൽ ബോയ്സ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ ആരാ? ഗേൾസ് ആണ്. അപ്പൊ എല്ലാ സിറ്റിയിലും കൂടെയുള്ള ഗേൾസിന്റെ എണ്ണം എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഇവിടെയുള്ള എല്ലാ ബോയ്സിനെയും കണ്ടുപിടിച്ച് എന്നിട്ട് അതിനെ എന്ത് വെച്ച് ചെയ്യണ്ട? എന്നിട്ട് അതിനെ കുറച്ച് അങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 78,000 ആണ് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്. അതിൽ 24,000 പേര് ബോയ്സ് ആണെങ്കിൽ സോ എത്രയായിരിക്കും ഗേൾസിന്റെ എണ്ണം? 78,000 മൈനസ് 24,000 അല്ലേ. 78,000 മൈനസ് 20,000 എന്ന് പറയുമ്പോൾ എത്ര വരിക? 58,000. ഒരു 4,000 കൂടെ കുറച്ച് എത്ര വരിക? 54,000 ആയിരിക്കും അവിടുത്തെ ടോട്ടൽ ഗേൾസ്. ഇനി എന്താ ചോദ്യം? നമ്പർ ഓഫ് ഗേൾസ് ഹു അപ്പിയർഡ് ഫ്രം സിറ്റി എഫ്. സിറ്റി എഫിൽ എത്ര ഗേൾസ് ആണെന്ന് നോക്കിക്കേ. അത് നമ്മൾ കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്ത് നോക്കാം അല്ലെ. 26%. 78,000ന്റെ 26% കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നുകിൽ 25%-നൊപ്പം 1% കൂട്ടും. സോ 78,000 by 4 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 25% കിട്ടും. അല്ലെങ്കിൽ 78,000ന്റെ പകുതിയുടെ പകുതി കണ്ടാലും മതി അല്ലെ. 78,000ന്റെ പകുതി എന്ന് പറയുമ്പോൾ 39,000. 39,000ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? 30,000ന്റെ പകുതി. 30,000ന്റെ പകുതി എത്രയാണ്? 15,000. 9,000ന്റെ പകുതി 4,500. സോ 19,500 ആയിരിക്കും 25% അല്ലെ. 15,000 പ്ലസ് 4,500 19,500 ആയിരിക്കും. ഇനി ഒരു 1% കൂടി ചെയ്യണ്ടേ? 78,000ന്റെ 1% എത്രയാ? 780 ആയിരിക്കും അല്ലെ. സോ എത്രയായിരിക്കും? 26%. സോ എത്രയായിരിക്കും? 8 അല്ലെ. 5 7 12 അല്ലെ. ഇവിടെ എത്ര വരിക? 9 1 ബാക്കി 1 എത്രയാ? 20,280 പേരായിരിക്കും അല്ലെ. കൂട്ടും ചെയ്യാട്ടോ. 19,500 പ്ലസ് 500 കൂട്ടിയാ 20,000 കിട്ടും അല്ലെ. ഒരു 280 കൂടെ കൂട്ടി 20,280 ആയിരിക്കും 26%. ഇനി ബോയ്സ് എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ 24,000 9%. 24,000 10%. 2,400. 1% ഒരു 240 കുറയ്ക്കുക. 2,400 200 കുറച്ച് എത്ര വരിക? 2,200. ഒരു 40 കൂടെ കുറച്ച് എത്ര വരിക? 2,160 എന്ന് വരും അല്ലെ. അപ്പൊ 2,160 പേരേ ഉള്ളൂ എന്ത് ബോയ്സ് ആയിട്ട്. അപ്പൊ എത്രയായിരിക്കും ഗേൾസ്? 20,280 നമ്മൾ എത്ര കുറയ്ക്കണം? 2,160 കുറയ്ക്കണം അല്ലെ. 20,000 20,280 2,000 കുറച്ച് എത്ര വരിക? 18,280 വരും അല്ലെ. 18,280 ഒരു 100 കുറച്ച് എത്ര വരും? 18,180 വരും. അതിന്ന് ഒരു 60 കുറച്ച് എത്ര വരും? 18,180 60 കുറച്ച 18,120 എന്ന് വരും അല്ലെ. കറക്റ്റ് അല്ലെ. 0 8 6 പോയി 2 2 3 പോയി 1 18 അല്ലെ. സോ 18,120 ആയിരിക്കും അവിടുത്തെ നമ്പർ ഓഫ് ഗേൾസ്. സോ ഈ 54,000ന്റെ എത്ര പെർസെന്റേജ് ആണ് 18,120 എന്നുള്ളതാണ് ചോദ്യം അല്ലെ. 54,000ന്റെ എത്ര പെർസെന്റേജ് ആയിരിക്കും 18,120? സോ 54,000ന്റെ 10% 5,400 ആണ്. എല്ലാം 30% എബോവ് ആണ് അല്ലെ. സോ അപ്പൊ എന്തായാലും 30% എബോവ് ആയിരിക്കും നമുക്ക് ഉറപ്പാണ്. സോ 5,400 ആണ് 10% എങ്കിൽ 30% എത്രയായിരിക്കും? 30% എത്രയായിരിക്കും? 5,400 into 3 അല്ലെ. 5,000 into 3 15,000. 400 into 3 1,200. 16,200 ആയിരിക്കും 30% ആണല്ലോ. 30% എന്ന് പറയുന്നത് 16,200 ആയിരിക്കും. സോ ഇനി നമുക്ക് വേണമെങ്കിൽ 18,120 ആവാൻ എത്ര വേണം എന്ന് ആലോചിക്കാം. 16,200ന്റെ ഒപ്പം എന്ത് കൂട്ടുമ്പോഴാണ് നമുക്ക് ഒരു 18,120 കിട്ടാം? 16,200നൊപ്പം 2,000 കൂട്ടിയാൽ 18,200 കിട്ടും. അതിനേക്കാൾ ഒരു എത്ര കുറവാ? 80 കുറവാണ് അല്ലെ. അപ്പൊ 2,000-നേക്കാൾ 80 കൂട്ടിയ 1,920 കൂട്ടിയതായിരിക്കും എന്ത് 18,120 കിട്ടും അല്ലെ. 30% ഈ 1,920 അപ്രോക്സിമേറ്റ്ലി എത്ര പെർസെന്റേജ് ആയിരിക്കും ആലോചിച്ചാൽ മതി.
5400ന്റെ എത്ര പെർസെന്റേജ് ആയിരിക്കും? 1920 എന്ന് ആലോചിച്ചാൽ മതി. 1% എത്രയായിരിക്കും? ഒരു 540 ആയിരിക്കും അല്ലെ? ഓക്കെ, 540 ഇൻറ്റു എന്ത് ഗുണിച്ചാലായിരിക്കും ഒരു 1920 ഒക്കെ ഏകദേശം കിട്ടുക? ഒരു 3, 4 കറക്റ്റ് ആയിട്ട് വരില്ല, പക്ഷെ ഒരു 3 ഗുണിച്ചാലായിരിക്കും അല്ലെ? ആണല്ലോ അല്ലെ? 540 ഇൻറ്റു 3 ഗുണിച്ചാലല്ലേ? 540 ഇൻറ്റു 4 ഗുണിച്ചാൽ 1420, 500 ഇൻറ്റു 4 2000 അടുത്തേക്ക് പോകും അല്ലെ? 2000 മുകളിൽ പോകും. 540 ഇൻറ്റു ഗുണിക്കുമ്പോൾ 2000 മുകളിൽ പോകും. അപ്പൊ പിന്നെ 3 സംതിങ് ആയിരിക്കും. സോ 3% സംതിങ് ആയിരിക്കും വരിക. അപ്പൊ 30 plus 3% സംതിങ് എന്ന് പറയുമ്പോൾ എത്ര വരിക? 33.55% ആയിരിക്കും അവിടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ആ ലെവലിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഇത് ചെയ്ത് നമുക്ക് വെട്ടിച്ചെറുതാക്കിയൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും. ജസ്റ്റ് നമ്മുടെ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ അല്ലേ? യെസ്. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഈ 5 ക്വസ്റ്റ്യൻസ് ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, PYQs ആയിരുന്നു. 2023 ചോദിച്ച ചോദ്യങ്ങളായിരുന്നു. സോ മറ്റു ചില ചോദ്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്താ അവിടെ ചെയ്യേണ്ടത്? 1 3 ആയി, 3 7 ആയി, 7 15 ആയി, 15 31 ആയി. സിമ്പിൾ ആണ്. 1ന്റെ ഇരട്ടി എത്രയാ? 2. 2ന്റെ ഒപ്പം 1 കൂട്ടി എത്ര കിട്ടാം? 3. 3ന്റെ ഇരട്ടി എത്രയാ? 6. 6ന്റെ ഒപ്പം 1 കൂട്ടി എത്ര? 7. 7ന്റെ ഇരട്ടി എത്രയാ? 14. 14ന്റെ ഒപ്പം 1 കൂട്ടി എത്ര? 15. 15ന്റെ ഇരട്ടി എത്രയാ? 30. 30ന്റെ ഒപ്പം 1 കൂട്ടി എത്ര ഇടാം? 31. അപ്പൊ അടുത്ത് എന്തായിരിക്കും വരിക? 31ന്റെ ഇരട്ടി 62. 62ന്റെ ഒപ്പം 1 കൂട്ടിയാൽ 63. വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 63 ആയിരിക്കും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? A sum of rupees 10,000 is invested at the rate of 8% per annum compounded half yearly. അല്ലെ? What will be the maturity amount in 1.5 years? എന്നാണ് ചോദ്യം അല്ലെ? സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്താണ്. കമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല ഇക്വേഷൻസ് ഉണ്ട്, സംഭവങ്ങളുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം എന്താണ്? ഒരു പാസ്കൽ ട്രയാങ്കിൾ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് അല്ലെ? അപ്പൊ നമ്മുടെ ഏറ്റവും ആദ്യത്തെ പണി എന്താ? പി എത്രയാണെന്ന് എഴുതി വെക്കാം. പി എത്രയാണ്? എത്ര രൂപ നിക്ഷേപിക്കുന്നത്? 10,000 രൂപ നിക്ഷേപിക്കുന്നു അല്ലെ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 8% പെർ ആനം. ഒരു വർഷത്തിൽ 8% തരിക. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ നമ്മൾ 6 മാസത്തിൽ ഒരിക്കൽ പലിശ കണക്കാക്കുന്നുണ്ട് അല്ലെ? ഒരു വർഷത്തിൽ എനിക്ക് 8% അവര് തരാന്ന് പറഞ്ഞ പലിശയെങ്കിൽ 6 മാസത്തിൽ ഒരിക്കൽ എത്ര ശതമാനമായിരിക്കും അവർ തരിക? 8% ഒരു വർഷത്തിൽ തരാന്ന് പറഞ്ഞെങ്കിൽ 6 മാസത്തിൽ ഒരിക്കൽ എത്ര ശതമാനമായിരിക്കും തരിക? അതിന് നേരെ പകുതിയല്ലേ? 8%ത്തിന്റെ പകുതി എത്രയാ? 4% എനിക്ക് അവിടെ 6 മാസത്തിൽ ഒരിക്കൽ പലിശ തരാം അല്ലെ? ഇനി എന്നെ എത്രയാണ് ടേം? എത്ര പ്രാവശ്യം ഇവിടെ കൂട്ടുപലിശ കണക്കാക്കുന്നുണ്ട്? 1.5 വർഷത്തിനിടയ്ക്ക് 6 മാസത്തിൽ 1 അല്ലെ? ഒരു വർഷത്തിൽ 1, 1.5 വർഷമാകുമ്പോൾ 3ാമത്തെ പ്രാവശ്യം. അപ്പൊ എത്ര പ്രാവശ്യം കണക്കാക്കുന്നുണ്ട്? എന്നിന്റെ വാല്യൂ എത്രയാ? 3. എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പകുതിയായി കുറയുകയും നമ്പർ ഓഫ് ടേം എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര പ്രാവശ്യം കാൽക്കുലേറ്റ് ചെയ്തു എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഹാഫ് ഇയർലി ആകുമ്പോൾ 1.5 into 2 എന്നുള്ളത് വരും. ക്വാർട്ടർലി ആകുമ്പോൾ 1.5 into 4 എന്ന് വരും. 1.5 വർഷമാണെങ്കിൽ 1.5 into 4 6 പ്രാവശ്യം കണക്കാക്കിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ 3 പ്രാവശ്യമാണ് കണക്കാക്കിയിട്ടുണ്ടാവുക. ഇനി നമുക്കറിയാം n 3 ആണെങ്കിൽ നമ്മുടെ പാസ്കൽ ട്രയാങ്കിൾ മെത്തേഡ് അനുസരിച്ച് എത്രയാണ് നമ്മൾ എടുക്കേണ്ടത്? 1 3 3 1 എന്നുള്ള സാധനമാണ് എടുക്കേണ്ടത് അല്ലെ? സോ 1ന് താഴെ നമ്മൾ എന്ത് എഴുതണം? നമ്മൾ ഇട്ട പൈസ എഴുതണം, 10,000 അല്ലെ? ഇനി അടുത്ത 3ക്ക് താഴെ എന്ത് എഴുതേണ്ടത്? 10,000ത്തിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ 4%. എത്രയാ? 10,000ത്തിന്റെ 1% 100. 4% പറയുമ്പോൾ എത്ര വരിക? 400. ഇനി 400ന്റെ 4%, 400ന്റെ 1% എത്രയാ? 4. അതിന്റെ 4% പറയുമ്പോൾ എത്ര വരിക? 16 എന്ന് വരും അല്ലെ? 1% 4 ആണെങ്കിൽ 16 ആണല്ലോ. ഇനി എത്രയാണ് അടുത്ത 1ന് താഴെ എഴുതേണ്ടത്? 16ന്റെ 4%. 16ന്റെ 4% എങ്ങനെ കണ്ടുപിടിക്കാം? 16ന്റെ 1% പറയുമ്പോൾ 0.16 ആണ് into 4 അല്ലെ? 0.16 into 4, 16 into 4 എത്രയാ? 64 ആണ് കിട്ടുക അല്ലെ? That is 0.64 എന്നും വരും ആണല്ലോ. ഇനി ഇതെല്ലാം കൂടെ ഗുണിക്കുക. That is 1 into 10,000 10,000 plus 3 into 400 1200 plus 3 into 16 എത്ര വരിക? 48 അല്ലെ? പ്ലസ് 1 into 0.64 0.64. ഇതെല്ലാം കൂടെ കൂടുമ്പോൾ എത്ര കിട്ടുക? 10,000 1200 11,200 11,248 11,248.64. സോ എത്രയായിരിക്കും അവിടെ മെച്യൂരിറ്റി എമൗണ്ട് ആയിട്ട് കിട്ടും? 11,248.64 ആയിരിക്കും. യെസ്, സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? In an organization there are a total of 40 employees consisting of 5 executive officers,
15 senior staff and 20 junior staff. The monthly salaries of an executive officer, a senior staff and a junior staff are 2,50,000, 80,000 and 45,000 respectively. What is the average salary of an employee in the organization? എന്താ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആ ഓർഗനൈസേഷനിലെ മൊത്തം എംപ്ലോയീസിനും എത്ര സാലറി ടോട്ടൽ കിട്ടുന്നത് കാണണം. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? 40 എംപ്ലോയീസിന് ആണ് മൊത്തത്തിലുള്ളത്. അതിൽ 5 എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, 15 സീനിയർ സ്റ്റാഫ് ആൻഡ് 20 ജൂനിയർ സ്റ്റാഫ് ആണല്ലോ അല്ലെ? അപ്പൊ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിന് മൊത്തത്തിൽ എത്ര സാലറി കിട്ടുന്നുണ്ടാവും? ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറിന് കിട്ടുന്ന സാലറി എത്രയാണ്? 2,50,000 ആണ്. അങ്ങനത്തെ എത്ര എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് അവിടെ ഉണ്ട്? 5 പേരുണ്ട്. അപ്പൊ 2,50,000 into 5 ഗുണിക്കണം അല്ലെ? എത്ര കിട്ടാം? 2,50,000 into 5 എന്ന് പറയുമ്പോൾ 2,50,000 into 5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടാം? 12,50,000 എന്ന് കിട്ടും അല്ലെ? സോ 12,50,000. ഇപ്പൊ 2 ലക്ഷം into 5 എന്ന് പറയുമ്പോൾ 10 ലക്ഷം, 50,000 into 5 എന്ന് പറയുമ്പോൾ 2.5 ലക്ഷം വരും. സോ അങ്ങനെ 12,50,000 പ്ലസ് 80,000 സാലറി വാങ്ങുന്ന അല്ലെ എത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ സീനിയർ സ്റ്റാഫുകൾ ഉണ്ട് അവിടെ? 15 സീനിയർ സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ? അപ്പൊ 80,000 into 15, 80,000 into 10 8 ലക്ഷം, 5 എന്ന് പറയുമ്പോൾ 4 ലക്ഷം അല്ലെ? സോ 80,000 into 15 എന്ന് പറയുമ്പോൾ 8 ലക്ഷം പ്ലസ് 4 ലക്ഷം എത്ര കിട്ടാം? 12 ലക്ഷം എന്ന് കിട്ടും. സോ 12 ലക്ഷമാണ് അവിടുത്തെ ആരുടെ സാലറി? ടോട്ടൽ സീനിയർ സ്റ്റാഫുകളുടെ സാലറി. ഇനി 20 ജൂനിയർ സ്റ്റാഫുകൾ അവിടെ ഉണ്ട്. 45,000 വെച്ചിട്ടാണ് അവർ സാലറി വാങ്ങുന്നത്. ഒരു സ്റ്റാഫിന്റെ 45,000 വെച്ച് 20 ജൂനിയർ സ്റ്റാഫിനാകുമ്പോൾ എത്ര വരിക? 45,000 into 20, 10,000 into 10 എന്ന് പറയുമ്പോൾ 4,50,000. അതിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 9 ലക്ഷം എന്ന് കിട്ടും അല്ലെ? അപ്പൊ 90,000 അഥവാ 9 ലക്ഷമാണ് വരിക. സോ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയായിരിക്കും വരിക? 0 0 0 അല്ലെ? 0 5 9 2 11 2 13 ബാക്കി 1 അല്ലെ? 3. ഇപ്പൊ എത്ര വരിക? 33,50,000 ആയിരിക്കും അവിടുത്തെ ടോട്ടൽ സാലറി. ഈ 33,50,000 നമ്മൾ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ അവിടെ എത്ര സ്റ്റാഫാണ്? 40 സ്റ്റാഫാണ് അല്ലെ? സോ 40 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ 0 ക്യാൻസൽ ആയി പോയി. ഇനി 3,30,50,000 എത്ര പ്രാവശ്യം പോകും നോക്കിയാൽ മതി. 33 4 എത്ര പ്രാവശ്യം പോകും? 8 പ്രാവശ്യം. 4 32 അല്ലെ? ബാക്കി 1 ശിഷ്ടം 15 4 എത്ര പ്രാവശ്യം പോകും? 3 4 12. ബാക്കി 3 ശിഷ്ടം 30 എത്ര പ്രാവശ്യം പോകും? 7 4 28 അല്ലെ? അപ്പൊ നമുക്ക് ഏകദേശം ഒരു ആൻസർ ആയി. ഇനിയിപ്പോ ബാക്കി ചെയ്യണമെന്നില്ല. 83 7 സംതിങ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? 83,750 ആയിരിക്കും അവിടുത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അവിടുത്തെ ഓരോ സ്റ്റാഫിനും മിനിമം 83,750 കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. ആവറേജിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. അടുത്ത ചോദ്യം എന്താ? സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 5 km/h and the speed of the stream is 1 km/h. അല്ലെ? A man rows to a place at a distance of 24 km and comes back to the starting point. Find the total time taken by him എന്നാ പറഞ്ഞത് അല്ലെ? അപ്പൊ ഒരു ബോട്ടിന് സ്റ്റിൽ വാട്ടറിൽ 5 km/h ആണ് പോകാൻ പറ്റുക അല്ലെ? ആൻഡ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം ഈസ് 1 km/h. അപ്പൊ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറയുമ്പോൾ അനങ്ങാതെ കിടക്കുന്ന ഒരു ബോട്ട്, അനങ്ങാതെ കിടക്കുന്ന ഒരു വെള്ളത്തിൽ കൊണ്ട് നമ്മൾ ഒരു ബോട്ടിന് ഇട്ട് കഴിഞ്ഞാൽ അത് 5 km/h സ്പീഡിൽ പോകും അല്ലെ? യെസ്. ആൻഡ് നിങ്ങൾ ആലോചിക്കുക, ഒരു വെള്ളത്തിൽ കൊണ്ടുപോയി, ഒഴുകുന്ന ഒരു വെള്ളത്തിൽ കൊണ്ടുപോയി നമ്മൾ ഒരു ബോട്ടിനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, സോ ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടുപോയി നമ്മൾ ഒരു ബോട്ടിനെ പ്ലേസ് ചെയ്യാം. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുകയും ആ ഒഴുകുന്ന വെള്ളത്തിന് കുറച്ച് സ്പീഡ് ഉണ്ട് അല്ലെ? സോ അങ്ങനെ വരുന്ന സമയത്ത് ആ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ഇവിടുത്തെ കേസിൽ? ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ബോട്ട് ഓടിക്കുകയും ചെയ്യുന്നുണ്ട്, ഓൾറെഡി വെള്ളത്തിനൊപ്പമാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ബോട്ട് ഓടിക്കുകയും ചെയ്യുന്നു, ബോട്ടിന്റെ സ്പീഡിലും ആ സാധനം അങ്ങനെ വെള്ളം കിട്ടിയിട്ടും എന്ത് ചെയ്യും? ഈ ബോട്ട് പോകും. അപ്പൊ ശരിക്കും അവിടുത്തെ ഡൗൺ സ്ട്രീം സ്പീഡ് അതാണ് പറയുന്നത്. വെള്ളത്തിന്റെ ഒപ്പം പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഡൗൺ സ്ട്രീം സ്പീഡ് എത്രയായിരിക്കും? ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ഒപ്പം പോകാനുള്ള സ്പീഡ്. സോ ആ ബോട്ട് വെള്ളത്തിൽ നമ്മൾ ഓടിക്കുകയാണെങ്കിൽ, വെള്ളത്തിന്റെ ഒപ്പം പോവുകയാണെങ്കിൽ എത്രയായിരിക്കും ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്ന സാധനം? ഡൗൺ സ്ട്രീം സ്പീഡ് എത്രയായിരിക്കും വരിക? ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രീം എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന വെള്ളം അല്ലെ? അതിന് ഡൗണിലേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ ഒപ്പം നമ്മൾ പോവുകയാണെങ്കിൽ അടുത്ത സ്പീഡ് എത്രയായിരിക്കും? നമ്മൾ സാധാരണ ലോജിക്ക് വെച്ചൊന്ന് ആലോചിച്ചാൽ മതി. എന്തായിരിക്കും വരിക? ഓൾറെഡി ബോട്ടിന് 5 km/h സ്പീഡ് ഉണ്ട്, അതിനോടൊപ്പം വെള്ളവും കൂടെ ഇതിന്റെ ഒപ്പം തട്ടി ഇതിനെ കൊണ്ടുപോകും. സോ ദാറ്റ് മീൻസ് 5 + 1 എത്ര കിലോമീറ്റർ ആയിരിക്കും പോവാ? 6 km/h ആയിരിക്കും അവിടുത്തെ ഡൗൺ സ്ട്രീം സ്പീഡ്. സോ അങ്ങനെയാണെങ്കിൽ അപ് സ്ട്രീം സ്പീഡ് എത്രയായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ അതിനെതിരെ തുഴയുകയാണെങ്കിൽ, നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അതിനെതിരെ നമ്മൾ തുഴയാണ്. ഓക്കെ, അങ്ങനെ അതിനെതിരെ റോൾ ചെയ്യുകയാണെങ്കിൽ, അതിനെതിരെ തുഴയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ അങ്ങോട്ട് ബോട്ടിനെ ഓടിക്കുന്നു, വെള്ളം ഇങ്ങോട്ട് കിട്ടുന്നു.
അപ്പൊ ശരിക്കും പറഞ്ഞാൽ 5 കിലോമീറ്റർ per hour അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇല്ല, വെള്ളം കൂടെ കിട്ടും കൂടെ ചെയ്യുന്നുണ്ട് അല്ലെ? സോ അതിന്റെ ഒരു ഇമ്പാക്ട് കാരണം 5 - 1 4 കിലോമീറ്റർ per hour ആയിരിക്കും പോവാ. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ഒപ്പം പോകുന്ന സ്പീഡാണ്. വെള്ളം സ്റ്റിൽ വാട്ടറിൽ ബോട്ടിനെ ഇടുമ്പോൾ ഉണ്ടാവുന്ന സ്പീഡ് പ്ലസ് സ്ട്രീമിന്റെ സ്പീഡ് ആയിരിക്കും വരിക. സ്ട്രീം സ്പീഡ് എന്ന് പറയുമ്പോൾ നേരെ എതിരെയാണ് പോകുന്നത്. സോ അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ 5 കിലോമീറ്റർ -1 കിലോമീറ്റർ per hour നമ്മൾ കുറയ്ക്കണം. 5 - 1 എത്ര വരിക? 4 കിലോമീറ്റർ per hour ആയിരിക്കും അവിടുത്തെ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്ന സാധനം. വെള്ളത്തിന് എതിരെതാക്കുമ്പോൾ നമ്മൾ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ മൈനസ് എന്ത് ചെയ്യണം, സ്പീഡ് ഓഫ് ദ സ്ട്രീം ചെയ്യണം. അപ്പൊ എത്ര വരിക? 4 കിലോമീറ്റർ per hour ആയിരിക്കും അവിടുത്തെ സ്പീഡ്. സോ 6 കിലോമീറ്റർ per hour ആണ് ഡൗൺ സ്ട്രീം സ്പീഡ്. അപ്സ്ട്രീം സ്പീഡ് എത്രയാണ്? 4 കിലോമീറ്റർ per hour ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ചെയ്ത്, ഒരാൾ എന്ത് ചെയ്തു, ഒരു ഡിസ്റ്റൻസ് 24 കിലോമീറ്റർ ഉള്ള ഡിസ്റ്റൻസ് താഴോട്ട് പോവുകയും തിരിച്ചു വരികയും ചെയ്തു. എത്ര സമയം എടുത്തു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിക്കുക, 24 കിലോമീറ്റർ ഡൗൺ സ്ട്രീം സ്പീഡ് ഡൗൺ സ്ട്രീമിന്റെ ഒപ്പം പോകണമെങ്കിൽ ഡൗൺ സ്ട്രീം പോവാണ്, നമ്മൾ എന്ത് ചെയ്യണം, ഒഴുക്കിനൊപ്പം പോവാണ്. അപ്പൊ 24 കിലോമീറ്റർ ആണല്ലോ അങ്ങോട്ടുള്ള ദൂരം, തിരിച്ചുള്ള ദൂരം 24 കിലോമീറ്റർ തന്നെയാണ്. സോ അങ്ങോട്ട് പോയത് 24 കിലോമീറ്റർ എത്ര സമയം കൊണ്ടായിരിക്കും? 1 മണിക്കൂറിൽ 6 കിലോമീറ്റർ ആണ് ഡൗൺ സ്ട്രീം സ്പീഡ്. അപ്പൊ 24 കിലോമീറ്റർ പോകാൻ എത്ര സമയം എടുക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ് അല്ലെ? 24/6 എത്ര മണിക്കൂർ എടുക്കും? 4 മണിക്കൂർ എടുക്കും. ഇനി അതേ സ്ഥാനം നമ്മൾ എതിരെ തുഴയാണ്, ഒഴുക്കിനെതിരെ തുഴയുമ്പോൾ നമ്മൾ അത്രയും സ്പീഡിൽ പോകാൻ പറ്റുമോ? ഇല്ല അല്ലെ? 24 കിലോമീറ്റർ തന്നെയാണ് അവിടുത്തെ ദൂരം, പക്ഷെ അവിടുത്തെ സ്പീഡ് എത്രയാണ്? 4 കിലോമീറ്റർ per hour അല്ലെ? ഇപ്പൊ 24/4 6 മണിക്കൂർ എടുത്തിട്ടായിരിക്കും അങ്ങോട്ട് പോയിട്ടുണ്ടാവും. സോ ദാറ്റ് മീൻസ് ടോട്ടൽ എത്ര സമയം എടുത്തു? 4 + 6 8 മണിക്കൂർ ആയിരിക്കും ടോട്ടൽ അവിടെ എത്തിണ്ടാവും. സോ അവേഴ്സ് ആണ് അവിടുത്തെ ടോട്ടൽ ടൈം ടേക്കൺ. ക്ലിയർ ആണല്ലോ? യെസ്. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The mean and standard deviation of 75 observations are 45 and 10 respectively. If 2 is added to each observation, the new mean and standard deviation will be എന്നാണ് ചോദിച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ മാത്സുമായിട്ട് ഡയറക്റ്റ് വരുന്ന ഒരു ചോദ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല, സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ ഞാനത് കണ്ടപ്പോൾ നമുക്ക് മാത്സ് റിലേറ്റഡ് ആണല്ലോ സ്ട്രാറ്റജി എന്ന് പറയുന്ന സാധനം, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, 75 ഒബ്സർവേഷന്റെ മീൻ 45ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 ആണെന്ന് പറയുന്നത്. മീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ആവറേജ് തന്നെയാണ് കേട്ടോ. സോ ഇവിടെ ഓരോ ഒബ്സർവേഷനും ഒപ്പം ഓരോ വാല്യൂവിന്റെ ഒപ്പം നമ്മൾ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ മീനും പുതിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. സി മീനില് 2 വ്യത്യാസം വരും. എന്ന് വെച്ചാൽ 2 ആഡ് ചെയ്താൽ ഓൾറെഡി ഉണ്ടായിരുന്ന മീനിന്റെ ഒപ്പം 2 ആഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. 2 കുറയ്ക്കുകയാണെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്ന മീനിന്റെ ഒപ്പം 2 കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ ഇവിടെ 45 ആണ് ഓൾറെഡി ഉണ്ടായിരുന്ന മീൻ, അതിനോടൊപ്പം 2 കൂട്ടിയാൽ എത്ര വരും? 47 ആയിരിക്കും പുതിയ മീൻ. ഓക്കെ ആണല്ലോ? അപ്പൊ മീനിന്റെ കേസ് വന്നാലും ആവറേജിന്റെ കേസ് വന്നാലും എല്ലാ ഒബ്സർവേഷനിലും ഇത്ര വെച്ച് കൂട്ടി. സോ പുതിയ ആവറേജ് എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം വീണ്ടും ചെയ്ത് നിൽക്കൊന്നും വേണ്ട. ഓൾറെഡി ഉണ്ടായിരുന്ന ആവറേജ് എത്ര, ഡേ പ്ലസ് എത്രയാണ് നമ്മൾ ഓരോ ഒബ്സർവേഷനിലും കൂട്ടി ആ വാല്യൂ കൂട്ടി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ കേസ് വരുമ്പോഴും വേരിയൻസിന്റെ കേസ് വരുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മീനിൽ എങ്ങനെയൊക്കെ വ്യത്യാസം വന്നാലും, മീനിൽ എല്ലാ ഡാറ്റയിലും ഒരേ സാധനം വെച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ എന്തില്ല വ്യത്യാസം വരില്ല? സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ വേരിയൻസിനോ നേരത്തെ ഉണ്ടായിരുന്ന ഡാറ്റയിൽ നിന്ന് ഒരു വേരിയേഷൻ വരില്ല. എല്ലാത്തിലും കൂട്ടണം. എല്ലാ ഒബ്സർവേഷനും ഒരേ സംഖ്യ വെച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ വേരിയൻസിനോ വ്യത്യാസം വരില്ല. അത് എത്ര തന്നെയായിരിക്കും? 10 തന്നെയായിരിക്കും. നേരത്തെ ഉണ്ടായിരുന്ന അതേ വാല്യൂ തന്നെയായിരിക്കും. എത്രയായിരിക്കും ആൻസർ? 47, ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ അത്രയും ചോദ്യങ്ങളായിരുന്നു ഇപ്രാവശ്യം നമ്മൾ ഇട്ടത്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. ഇപ്രാവശ്യം ഇട്ടതെല്ലാം PYQs തന്നെയാണ്. സോ ആ PYQs അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും മറ്റു കുറച്ച് PYQs മോഡൽ PYQs ഒക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അപ്പൊ അതുവരേക്കും താങ്ക് യു വെരി മച്ച്.